ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറും ജയിൽ മോചിതനായി. ദ്വാരപാലക പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെയാണ് പത്മകുമാറിന് പുറത്തിറങ്ങാൻ വഴിയൊരുങ്ങിയത്. ശബരിമല ഉൾപ്പെടുന്ന റാന്നി താലൂക്കിൽ പ്രവേശിക്കുന്നതിന് കോടതിയുടെ വിലക്കുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2025 നവംബർ 20-നാണ് എ പത്മകുമാറിനെ SIT അറസ്റ്റ് ചെയ്തത്. കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യ അറസ്റ്റ്. കേസിൽ റിമാൻഡിൽ കഴിയവെ ഡിസംബർ 4-ന് ദ്വാരപാലകപാളി കേസിലും പ്രതി ചേർത്ത് SIT അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ കേസിൽ SIT കുറ്റപത്രം നൽകാൻ വൈകിയതോടെ അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയാക്കിയ പത്മകുമാറിന് ഫെബ്രുവരി 20-ന് കൊല്ലം വിജിലൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു. ദ്വാരപാലകപാളി കേസിലും റിമാൻഡ് ചെയ്ത് 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. മറ്റു പ്രതികൾക്ക് വെച്ചിട്ടുള്ള ജാമ്യം ഉപാധികൾ തന്നെയാണ് പത്മകുമാറിനും ബാധകമാവുക. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിനെ കൂടാതെ 7 പ്രതികളാണ് നിലവിൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികൾ സ്വാഭാവിക ജാമ്യം തേടി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കും. റിപ്പോർട്ടർ, കൊല്ലം.